ഇപ്പോൾ അവിടുത്തെ ഡിവൈഎഫ്ഐയുടെ വൈസ് പ്രസിഡന്റ് സിദിൻ PP നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. സിദിൻ, ഈ റഫീഖ് എന്ന CPM-ന്റെ BLA ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് ഇന്ന് കോൺഗ്രസിന്റെ കണ്ണൂർ DCC പ്രസിഡന്റ് വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞത്. എന്താണ് കാങ്കോലിൽ നടന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഭീഷണി അനീഷ് ജോർജിന് നേരിടേണ്ടി വന്നത് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഭീഷണി ഉണ്ടായിട്ടുണ്ടോ? ഒരു ഘട്ടത്തിൽ പോലും അങ്ങനെ ഒരു ഭീഷണി അവിടുത്തെ CPM-ന്റെ പ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞില്ല. അനീഷ് ജോർജിന് എല്ലാവിധ സഹായവും അവിടുത്തെ BLO-യുടെ ഭാഗത്തുനിന്നും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തുനിന്നും നൽകിയിട്ടുണ്ട്. ആ അനുഭവമാണ് നമുക്ക് പങ്കുവെക്കാൻ കഴിയുക. ഇപ്പോൾ തന്നെ അദ്ദേഹം 16-ാം തീയതി അവിടുത്തെ CPM-ന്റെ പ്രവർത്തകർ ഭാരവാഹികളായിട്ടുള്ള വള്ളത്തോൾ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം അവരുടെ നേതൃത്വത്തിൽ അവിടെ ഒരു ക്യാമ്പ്, ഈ എന്യൂമറേഷൻ ഫോറം ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി ഒരു ക്യാമ്പ് അനീഷ് ജോർജിന്റെ സഹായത്തോടുകൂടി ആവശ്യപ്രകാരം അവിടെ തീരുമാനിച്ചതാണ്. അവിടെ ഈ എന്യൂമറേഷൻ ഫോറം ഫില്ല് ചെയ്ത് അതിന് സഹായിക്കാനും അത് തിരിച്ചു വാങ്ങിക്കാനും ഒക്കെ പറ്റുന്ന നിലയിൽ ഒരു ക്യാമ്പ്, അങ്ങനെ ഒരു നിർദ്ദേശം തന്നെ മുന്നോട്ട് വെച്ചത് അനീഷ് ജോർജ് ആയിരുന്നു. അത് BLA-യോടാണ് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ BLA ഭാരവാഹിയായിട്ടുള്ള, ഇന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ള റഫീഖ് ഭാരവാഹിയായിട്ടുള്ള വള്ളത്തോൾ സ്മാരക വായനശാലയിൽ വെച്ചിട്ടാണ് ഈ ക്യാമ്പ് തീരുമാനിച്ചത്. ആ ക്യാമ്പിൽ പങ്കെടുക്കാം എന്ന് കൂടി അനീഷ് ജോർജ് പറഞ്ഞിരുന്നു. എല്ലാ ദിവസവും അനീഷ് ജോർജ് BLA-യുമായി ബന്ധപ്പെട്ടിരുന്നു, CPM-ന്റെ പ്രതിനിധിയായ BLA-യുമായി ബന്ധപ്പെട്ടിരുന്നു, അറിയാത്ത വീടുകളെ കുറിച്ച് അന്വേഷിച്ചിരുന്നു, ആവശ്യമായ സഹായങ്ങളെല്ലാം നിർവഹിച്ചിരുന്നു. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ അനീഷും വൈശാഖും തമ്മിലുള്ള ഫോൺ സംഭാഷണം ഇന്ന് DCC പുറത്തുവിട്ടത് സ്വാഭാവികമായും നിങ്ങളുടെ നാട്ടിൽ നടന്നൊരു സംഭവം എന്നതിലേക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ, അല്ലേ? ഓക്കെ, അപ്പൊ അതിൽ അവ തടയും എന്നാണ് പറയുന്നത് എന്ന് അനീഷ് ജോർജ് പറയുന്നുണ്ട്. ആരാണത്? ആര് തടയും എന്നായിരിക്കും ഒരു പക്ഷേ അനീഷ് ആശങ്കപ്പെട്ടിട്ടുണ്ടാവുക? CPM-ന്റെ പ്രവർത്തകർ എന്തായാലും തടയാൻ ഉദ്ദേശിച്ചില്ല. എല്ലാ സഹായവും നേരത്തെ തന്നെ വൈശാഖ് കേവലം BLA മാത്രമല്ല, ആ വാർഡ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന, ആ ബൂത്ത് ഉൾക്കൊള്ളുന്ന വാർഡിൽ മത്സരിക്കുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കൂടിയാണ്. ആ സ്ഥാനാർത്ഥി പറയുന്നത് നേരത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ അദ്ദേഹത്തിന്റെ കൂടെ വന്നിരുന്നു. CPM-ന്റെ പ്രതിനിധികൾ വീട് കയറുന്ന സമയത്ത് വന്നിരുന്നു. ഒരു തരത്തിലുമുള്ള പ്രയാസം ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ഞങ്ങൾ എന്തിനാണ് തടയുന്നത്? ഞങ്ങൾ ഈ SIR-നെതിരെ SIR-ന്റെ പോരായ്മ ചൂണ്ടിക്കാണിക്കാൻ നിയമപരവും രാഷ്ട്രീയപരവുമായ ഇടപെടൽ നടത്തുന്ന ഒരു സംവിധാനം തന്നെയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഈ ഒരു സംവിധാനം, വീട്ടിലെത്തിയിട്ടുള്ള ഫോറം അത് പൂരിപ്പിച്ച് നൽകാൻ ആവശ്യമായ സഹായം എല്ലാ BLO-മാർക്കും നൽകാറുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ 10-16-ലേറെ ബൂത്ത് ഉണ്ട്, അതിൽ BLO-മാരുണ്ട്. ആവശ്യമായ സഹായം എല്ലാ ഘട്ടത്തിലും നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഒറ്റ കാര്യം കൂടി ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഇപ്പം വൈശാഖ് അടക്കം പറഞ്ഞതും അങ്ങ് തന്നെ ഇപ്പോൾ അത് കേട്ടതുമാണ്. ആദ്യത്തെ ദിവസം നിങ്ങളുടെ ഒരു CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി ചന്ദ്രനും പിന്നെ ഉള്ളൊരു ദിവസം DYF-യുടെ പ്രമോദുമാണ് ഒപ്പം പോയത്, അല്ലേ? സാധാരണഗതിയിൽ BLA-മാരാണ് പോകേണ്ടത്. എന്തുകൊണ്ടാണ് പ്രാദേശിക നേതാക്കളും ഒത്ത് അവരുടെ സഹായമാണ് പക്ഷേ ലഭ്യമായത് എന്നുള്ളതാണ്? അതെങ്ങനെയാണ് ഉണ്ടാവുക? BLA-മാർ തന്നെയാണ് കൂടെ പോകേണ്ടുന്നത്. ബ്രാഞ്ച് സെക്രട്ടറി കൂടെ പോയത് ഞങ്ങളുടെ ശ്രദ്ധയിലില്ല. ഇപ്പൊ പറയുമ്പോഴാണ്. ചിലപ്പോ അനീഷ് ജോർജിന് അറിയാത്ത വീടുകൾ ചിലപ്പോൾ അദ്ദേഹത്തോട് അന്വേഷിച്ചിട്ടുണ്ടാകാം, അവിടുത്തെ DYFI പ്രവർത്തകരോട് അന്വേഷിച്ചിട്ടുണ്ടാകാം. അപ്പൊ കൂടെ വൈശാഖും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. വൈശാഖ് തന്നെയാണ് ഒരു പരാതി നേരത്തെ BLO-യുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. BLO ഒരു ഘട്ടത്തിലും ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത് സമ്മർദ്ദം ഉണ്ടായി എന്ന് ഒരു ഘട്ടത്തിലും പരാതി പറഞ്ഞതായിട്ട് ഞങ്ങൾക്കറിയില്ല. ഓഡിയോ കേട്ടല്ലോ സിദിനെ, നമ്മൾ ഈ ഓഡിയോ കേട്ടല്ലോ. അതില് വൈശാഖിനോടാണ് അനീഷ് ജോർജ് പറയുന്നത് നിങ്ങൾ വരണ്ട എന്ന്. ഇപ്പൊ കോൺഗ്രസിന്റെ ഒരു BLA വരണ്ട എന്ന് പറയാൻ നിർബന്ധിതനാവുകയാണ്. അതിന്റെ കാരണം അവർ തടയും എന്നുള്ളതാണ്. നിങ്ങൾക്ക് 100% ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ കഴിയും ഞങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ല എന്നുള്ളത്. ആ ഓഡിയോയിൽ CPM എന്ന പരാമർശം ഇല്ലാത്തിടത്തോളം കാലം ഞാൻ അങ്ങനെ ആരോപിക്കാനും തയ്യാറല്ല. പക്ഷെ കോൺഗ്രസിന്റെ BLA-യോടാണ്, കോൺഗ്രസിന്റെ ബൂത്ത് ലെവൽ ഏജന്റിനോടാണ് അവിടുത്തെ ബൂത്ത് ലെവൽ ഓഫീസർ പറയുന്നത് നിങ്ങൾ വരണ്ട, അവർ തടയും എന്നുള്ളത്. അതിൽ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വവും ഇല്ല എന്നാണ് നിങ്ങൾ ആധികാരികമായി പറയുന്നത്. 101% ആധികാരികതയോടുകൂടി തന്നെ ഈ വിഷയത്തിൽ പ്രതികരണം നടത്താൻ കഴിയും. കോൺഗ്രസ് പ്രവർത്തകന്റെ ഫോൺ സംഭാഷണം, അതിന്റെ മറുപടി പറയാനുള്ള ബാധ്യത ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ കൃത്യമായ നിലപാടുണ്ട്. അല്ല, ഫോണിൽ തന്നെ ആ ടെലിഫോൺ സന്ദേശത്തിൽ പറയുന്നുണ്ടല്ലോ, പേര് പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ BLA-യുടെ പേര് പറയുന്നുണ്ടല്ലോ.
അങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തലും ഞങ്ങളുടെ BLA ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ശരി. തലേ ദിവസം ഉൾപ്പെടെ ആവശ്യമായ സഹായത്തിനു വേണ്ടി BLA വിളിച്ചിരുന്നു. ആവശ്യമായ സഹായം ആ BLAയിൽ നിന്ന് തലേ ദിവസം വരെ നൽകിയിരുന്നു. ശരി, ഓക്കെ, വളരെയധികം നന്ദി സിദ്ദീഖ് ഞങ്ങളോട് സംസാരിച്ചതിന്.